ഇന്ന് രാവിലെ തന്നെ കുഞ്ഞിന് ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ ചോറും വെച്ചു മെഴുക്കുരട്ടിയും വെച്ചു. കറി വെക്കാൻ പോയപ്പോഴാണ് കുഞ്ഞൻ പറഞ്ഞത്, എനിക്ക് നല്ല നടുവേദനയുണ്ട്. ആൾ എന്നിട്ടും നടുവേദന വെച്ചിട്ടും ജോലിക്ക് പോകാമെന്നും പറഞ്ഞിട്ട് കുളിച്ച് ഒരുങ്ങി ഡ്രസ്സൊക്കെ മാറിയപ്പോഴും ആൾക്ക് നല്ല വേദനയുണ്ട്. ഈ ഒരു വേദന വെച്ച ആൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് കഴിയുമ്പം തന്നെ ഇങ്ങ് വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം ഇതിന് മുന്നേ വേദന വെച്ചിട്ട് പോയി കുറച്ച് കഴിയുമ്പം തന്നെ ഇങ്ങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു, എന്തായാലും ഇത്രയും വേദന നിൽക്കുന്ന സമയത്ത് ഇനി ജോലിക്ക് പോകണ്ട, റെസ്റ്റ് എടുക്കുക. കാരണം കുറേ നേരം കിടന്ന് റെസ്റ്റ് എടുത്താൽ മാത്രമേ അത് വേദന മാറത്തുള്ളൂ. ഇരിക്കും തോറും പിന്നെയും ബാക്ക് പെയിൻ കൂടും. അതുകൊണ്ട് പിന്നെ റെസ്റ്റ് എടുക്കാന്നുള്ള രീതിയിൽ പിന്നെ ഇന്ന് പോയില്ല. ആളിന്ന് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കറി വെക്കാൻ കുറച്ച് ലേറ്റ് ആയി കേട്ടോ. അപ്പോൾ അന്നേരം തൊട്ടാണ് ഞാൻ പിന്നെ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഇതാ പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പരിപ്പിനകത്ത് നമ്മൾ ഈ വറുത്തിട്ട് പൊട്ടിച്ചെടുത്ത അങ്ങനെ പരിപ്പല്ല കേട്ടോ. ഇത് ഞാൻ അല്ലാതെ തന്നെ നമ്മൾ പരിപ്പ് പൊട്ടിക്കാതെ തന്നെ കഴുകി വൃത്തിയാക്കി കുക്കറിനകത്താക്കി വെള്ളം ഒഴിച്ച് അതിനകത്ത് പച്ചമുളകും നമ്മുടെ ചുമന്നുള്ളിയും കൂടി ഇട്ട് ഉപ്പിട്ട് വേവിച്ചെടുത്ത കേട്ടോ. അതിനി ഒന്ന് ഉടച്ചെടുക്കണം തവി കൊണ്ട്. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങളാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതെൻ്റെ തട്ടിക്കൂട്ട് പരിപ്പ് കറി എന്ന് വേണമെങ്കിൽ പറയാം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാട്ടോ. അപ്പോൾ അരപ്പിന് അരച്ചെടുത്തിട്ട് കുറച്ച് ഞാൻ ഈ പരിപ്പൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഈ തവി വെച്ച്. എന്നിട്ട് അതിൽ നിന്ന് ഒരു തവി പരിപ്പ് കോരി ഞാൻ അരയ്ക്കുന്ന അരപ്പിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കുമ്പോൾ നല്ല രീതിയിലൊരു കൊഴുപ്പും നല്ലൊരു ഇതായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയി. അങ്ങനെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് അതൊന്ന് ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് കടുവറുത്ത് ഒഴിക്കുകയാണ് ചെയ്തത്. ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ പരിപ്പ് കറി കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് തന്നെ ആട്ടോ. നമ്മളിത് എണ്ണയ്ക്കത് വറുക്കൊന്നും വേണമെന്നില്ല. പരിപ്പ് കറി വെക്കുമ്പോൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പരിപ്പ് നന്നായിട്ട് വറുത്തിട്ട് അത് അമ്മിക്കല്ലിൽ വെച്ച് ഇങ്ങനെ ചെറുതായിട്ട് അത് രണ്ടായിട്ട് പൊട്ടിച്ച് അത് കഴിഞ്ഞ് പാറ്റി പറക്കി ഒക്കെ എടുത്തിട്ട് പിന്നെ കുക്കറിനകത്തിട്ട് വേവിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ പരിപ്പ് കറി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ അങ്ങനെയൊന്നുമല്ല. എനിക്ക് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ട് വെക്കുന്നത്. അതെന്തെങ്കിലും വിശേഷ ദിവസമാണെങ്കിൽ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. അല്ലാതെ നമ്മുടെ തട്ടിക്കൂട്ടി പെട്ടെന്ന് ഉണ്ടാക്കുന്ന പരിപ്പ് കറി ഞാൻ ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത്. അങ്ങനെ ഇതാ പരിപ്പ് കറി ആയിട്ടുണ്ട്. പിന്നെ പപ്പടവും കൂടെ പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വിശേഷ ദിവസങ്ങളിൽ മാത്രമല്ല കേട്ടോ പരിപ്പുറി വെക്കുന്നത്. ഞങ്ങൾക്ക് കൊതി തോന്നുമ്പോഴൊക്കെ ഞങ്ങൾ പരിപ്പുറി വെച്ച് കഴിക്കും. പരിപ്പും പപ്പടവും കൂടെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിനും അതേപോലെ തന്നെ കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വെക്കും. ഇപ്പോൾ വിഷുവിനെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞതേ ഉള്ളൂ. എന്നാലും നമുക്ക് കറി വെക്കാൻ എന്തെങ്കിലും വേണ്ടേ, അതുകൊണ്ട് പിന്നെ ഇന്ന് വെച്ച് കേട്ടോ. മീനുണ്ടെങ്കിൽ നമുക്ക് ഒന്നും പേടിക്കേ വേണ്ട. ഒരു മീൻകറി വെച്ച് പിന്നെ ഒരു തോരനോ അവിയലോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ മതി. പക്ഷെ മീനില്ലാത്തതുകൊണ്ട് സീനാണ്. എന്ത് വെക്കും എന്നുള്ളൊരു കാര്യം ടെൻഷൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് പരിപ്പൊന്ന് തട്ടിക്കൂട്ടി ഒന്ന് കറി വെച്ചത് തന്നെ. അങ്ങനെ ഇതാ കറിയൊക്കെ ആയി, പപ്പടമൊക്കെ പൊള്ളിച്ചെടുത്തു. അത് കഴിഞ്ഞ് കുഞ്ഞിനെ ഞാൻ ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോൾ ആ മനുഷ്യൻ ഇപ്പോഴേ വേണ്ട എന്നാണ് പറയുന്നത് കേട്ടോ. കുറച്ച് കഴിഞ്ഞ് മതി ഫുഡെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ കൈയോടെ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത്. കുറേ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ തൊട്ടുള്ളത്. രാവിലെ കാപ്പി കഴിച്ചതും കാപ്പിക്ക് ഉണ്ടാക്കിയ പാത്രങ്ങളും പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചതും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതെല്ലാം ഒന്ന് കഴുകി പറക്കി എല്ലാം വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ നമ്മുടെ പരിപ്പ് കറി ഞാൻ കടുവറുത്ത് ഒഴിച്ചിട്ട് ഇളക്കിയിട്ടില്ലായിരുന്നു. കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് നമ്മൾ ഇളക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റും മണമൊക്കെ തന്നെ ആ കറിയിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ. അങ്ങനെ ഇതാ കറിയെല്ലാം എടുത്തു, ഫുഡെല്ലാം എടുത്തു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞങ്ങളിന്ന് ടോമാഞ്ചറി എടുക്കാമെന്നും പറഞ്ഞ് തുടങ്ങുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് ഈ ഒരു ഷോട്ടൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞിന് വേണ്ടി മാത്രം ഫുഡൊക്കെ എടുത്തത്. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് നമ്മളൊരു ഫണ്ണി വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞല്ലോ കണ്ടൻറ്റ് വീഡിയോസ് മാത്രമായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ടോമാഞ്ചറി പോലെ കുറച്ച് ഫണ്ണി ആയിട്ട് ഭയങ്കര ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ആയിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഈ വ്ളോഗൊന്നും അങ്ങനെ ഞാൻ ചെയ്യുന്നേ ഇല്ലായിരുന്നു. ഇപ്പം കുറച്ച് നാളായിട്ടാണ് വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് തന്നെ. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ നമ്മൾ കുറച്ച് ഫണ്ണി ആയിട്ടൊക്കെ എടുക്കുമ്പോൾ അത് ഭയങ്കര രസമാണ്. ഇപ്പോൾ കുറേ നാളിന് ശേഷം ആയതുകൊണ്ട് എത്രത്തോളം അത് ശരിയായി വന്നിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ആദ്യം ഒരു ഷോട്ട് എടുത്തപ്പോഴേ കുഞ്ഞൻ ഫസ്റ്റ് തന്നെ ഇരുന്ന് ചിരിച്ചേട്ടോ. അങ്ങനെ മുഖം കാണുമ്പോഴേ ഇരുന്ന് ചിരി വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ എടുത്ത് ചിരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ കറക്റ്റായിട്ട് എന്തായാലും എടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളിത് ആ ഒരു വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ കഴിക്കാനിരുന്നത് തന്നെ. അപ്പോൾ നമുക്ക് ഫേസ്ബുക്കിൽ നമ്മൾ അധികം ഈ ഇതൊരു ടോമാഞ്ചറി പോലുള്ള എൻ്റർടൈൻമെൻറ്റ് വീഡിയോസൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. കാരണം എന്തെന്ന് വെച്ചാൽ അതിനകത്ത് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് വരുന്നതുകൊണ്ടാട്ടോ നമുക്ക് മ്യൂസിക് അതിനകത്ത് എടുക്കാൻ പറ്റുന്നില്ല. മ്യൂസിക് എടുക്കുമ്പോഴത്തേക്ക് അത് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. പക്ഷേ യൂട്യൂബിലാണെങ്കിൽ വലിയ പ്രശ്നമില്ല. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ആയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് കയറി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇനി ഫേസ്ബുക്കിൽ കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക്കൊക്കെ തപ്പി കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് നമ്മൾ വീഡിയോസ് കൂടുതലായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്നാലും കുറച്ചൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവർ കയറി അതിനകത്ത് കണ്ടു നോക്കുക.
അങ്ങനെ ഇതാ ഞങ്ങൾ പിന്നെ ഫുഡെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും പാത്രങ്ങളൊക്കെ ഉള്ളതെല്ലാം കഴുകിപ്പറക്കി വൃത്തിയൊക്കെ ആക്കിയിട്ട് ഞാൻ പിന്നെ അങ്ങനെ ഇപ്പോൾ കിടന്നു. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോഴാട്ടോ ഞാൻ എഴുന്നേറ്റ്. അതുവരെ ഞാൻ പോത്ത് പോലെ കിടന്ന് ഉറങ്ങുമായിരുന്നു എന്ന് വേണം പറയാൻ. കുഞ്ഞിനെന്നെ അവസാനം കുത്തിപ്പൊക്കിയാണ് എഴുന്നേറ്റ്. നീ എഴുന്നേൽക്കുന്നില്ല എന്ന് ചോദിച്ചിട്ട് ശരിക്കും നല്ല ക്ഷീണവും നല്ല തലവേദനയും ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഒരു പോളെ കണ്ണ് ഉറങ്ങിയിട്ടില്ല എന്ന് വേണം പറയാൻ. 2:30-3 മണിയെങ്ങാണ്ടായിട്ടോ ഞാൻ ഉറങ്ങിയിട്ട്. ചൂട് കാരണം ഒട്ടും പറ്റുന്നില്ല. കറണ്ട് ഇങ്ങനെ പോയും വന്നും ഇങ്ങനെ നിൽക്കുന്നത് കാരണം ഒട്ടും പറ്റുന്നില്ലായിരുന്നു. അയ്യോ, ഇപ്പം ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെ. ഈ ചൂട് സമയം ആയതുകൊണ്ട് കറണ്ട് ഇടയ്ക്കിടയ്ക്ക് മിക്ക ദിവസവും പൊയ്ക്കൊണ്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ വൈകുന്നേരം എഴുന്നേറ്റപ്പോഴും നല്ല മഴയായിരുന്നു കേട്ടോ. വൈകിട്ട് നല്ല മഴയായതുകൊണ്ട് കൊല്ലിയാനൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പേടിയാണെങ്കിലും അതിൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം മഴയൊക്കെ കണ്ട് നിന്നു. നല്ല തണുപ്പാട്ടോ മഴ ഇങ്ങനെ പെയ്യും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മഴ തോന്നുന്നു കഴിയുമ്പോൾ പിന്നെയും ചൂട് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് നമ്മൾ നൈറ്റ് ഫ്രൂട്ട്സ് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കട്ട് ചെയ്തിട്ട് ഞങ്ങളിൽ ഫ്രൂട്ട് സലാഡ് പോലെ നമ്മൾ കുറച്ച് എടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവിടേക്കൊന്ന് തുടച്ച് ഒന്ന് വൃത്തിയൊക്കെ ആക്കി. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന പാത്രങ്ങൾ കുറച്ചൊക്കെ ഉള്ളായിരുന്നു. അതും കൂടെയൊക്കെ ഒന്ന് കഴുകി പറക്കിയൊക്കെ വെച്ചു. പിന്നെ കുറേ കൂട്ടുകാർ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരുടെ പേര് ഈ ഒരു വീഡിയോയിൽ പറയാം. സൗമ്യ ജിജോ, ഷ്യാമിനി ഷിയാജിൻ്റെ മക്കളായ ആമി, അൻസു, മിനി ജോസഫ്, പിന്നെ കുഞ്ഞു മക്കളായ ദേവു, ദേവദത്ത്, ദേവനന്ദൻ എന്നിവരായിരുന്നു കേട്ടോ പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഒരു ഹായ് ഉണ്ട്. പിന്നെ 5 മക്കൾക്കും എൻ്റെ ഒരു ചക്കര ഉമ്മയുണ്ട് കേട്ടോ. ബാക്കിയുള്ളവരുടെയൊക്കെ പേരുകൾ അടുത്തടുത്ത വീഡിയോയിലായിട്ട് പറയുന്നതായിരിക്കും. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. അത് കഴിഞ്ഞ് നേരത്തെ കഴുകി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് അതത് സ്ഥലത്തേക്ക് വെച്ചു. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് എനിക്ക് വന്നൊരു കമൻ്റ് ആയിരുന്നു, കിച്ചൺ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നതിൻ്റെ വീഡിയോസ് ചെയ്യാമോ എന്ന്. ചെയ്യാട്ടോ, ഉടനെ തന്നെ ചെയ്യുന്നതാണ്. പിന്നെ ഇപ്പം വലിയ രീതിയിൽ ഞാൻ ക്ലീനിങ് കാര്യങ്ങളൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ വ്ളോഗിനകത്തൊന്നും അധികം ഉൾപ്പെടുത്താത്തത്. അതിൻ്റെ കാരണം എന്താണെന്ന് എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം. പിന്നെ എല്ലാ വ്ളോഗിനകത്തും അത് ആ ഒരു കാര്യം പറയാൻ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാട്ടോ പറയാതെ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ. ടാറ്റ.